സോ ഹായ് ഓൾ. നമ്മളപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ജസ്റ്റ് നോക്കിയതാണ്. ഇനി അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന ഡെസിഗ്നേഷൻ എന്താണ്, ആ ഒരു പോസ്റ്റിൻ്റെ എന്തായിരിക്കും അവരുടെ പൊസിഷൻ എന്താണ്, അതുപോലെ അതിലെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും കൂടെ എന്തായാലും മിക്ക കാൻഡിഡേറ്റ്സിന് അങ്ങനത്തെ ചെറിയ ഡൗട്ട്സും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയിലേക്കുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നമുക്ക് ഫെബ്രുവരി 4 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നതും. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് മെയിൻലി ഇതിൻ്റെ ഈ ഒരു ജോബിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് മെയിനായിട്ട് ഇൻസ്പെക്ടർ ജോലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ കാൻഡിഡേറ്റ്സിന്, മിക്ക വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ളത്, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ യൂണിഫോം ആയിട്ടുള്ള പോസ്റ്റിംഗ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് യൂണിഫോം ആയിരിക്കില്ല, ചിലർക്ക് അതുപോലെ യൂണിഫോം വിത്ത് ഇൻസ്പെക്ഷനൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഇൻസ്പെക്ടറിൻ്റെ ഈ ഒരു പോസ്റ്റിന് വന്നിരിക്കുന്ന യൂണിഫോം ആയിട്ടുള്ള ജോബാണ് വന്നിരിക്കുന്നത്. ഇതൊരു യൂണിഫോം പോസ്റ്റ് തന്നെയാണ്. ആൻഡ് മെയിൻലി ദ മെയിൻ വർക്ക്സ് ഓഫ് ദ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വെരിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നോർമലി ഒരു ചെറിയൊരു ക്യാനിലുള്ള ഒരു ഡ്രിങ്ക്സ് വാങ്ങുകയാണെന്നിരിക്കട്ടെ, ഇപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സോ ആവട്ടെ, ഒരു ഫ്രൂട്ടിയോ അങ്ങനെയുള്ള ലൈക്ക് എന്തൊരു ഡ്രിങ്ക്സ് ആയിരുന്നാലും അതിലിപ്പോൾ ചിലപ്പോൾ 100 ml ആയിരിക്കും, അല്ലെങ്കിൽ 500 ml ആയിരിക്കും. ഇതിൻ്റെ ആ ഒരു ml വെരിഫൈ ചെയ്യുക, അതുപോലെ അതിൻ്റെ ആ മെഷർമെൻറ്റ് അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ അത് കറക്റ്റ്ലി ആണോ, റെഗുലർലി ആണോ, അത് വർക്കിംഗ് ആണോ, മെഷറിങ് ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണോ, അത് വെയിങ് ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും? ഈ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആയിരിക്കും നോക്കുന്നത്. അപ്പം മെയിനായിട്ട് പറഞ്ഞ പോലെ വെരിഫൈ ചെയ്യുക, അതുപോലെ സ്റ്റാമ്പ് ചെയ്യുക. ഈ പറയുന്ന വെയിറ്റ് ആൻഡ് മെഷർ ആണ്, ആൻഡ് വെയിങ് ആൻഡ് മെഷറിങ് ഇൻസ്ട്രുമെന്റ് റെഗുലർലി അത് കറക്റ്റായിട്ട് നോക്കി പോവുക. ആ മെഷർമെന്റ്സ് എല്ലാം കറക്റ്റ് ആണോ, ആ ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കി പോവുക. ആൻഡ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ യൂണിഫോം പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈസ് എ പവർഫുൾ ആൻഡ് ഗ്ലാമറസ് പോസ്റ്റ് ആണ്. അതുപോലെ ഹൈ സാലറി സ്കെയിലും ഈ പറയുന്ന പോലെ ഈ ഒരു പോസ്റ്റിന് വരുന്നുണ്ട്. നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസുകളും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ജോബിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു 3 കാര്യങ്ങളാണ്. പിന്നെ നമുക്കിതിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ക്യാനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് കറക്റ്റ് തന്നെയാണോ, ആ കണ്ടന്റ് അളക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് മെഷർ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണോ, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇനി അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇൻസ്പെക്ട് ഷോപ്പ്, ഫാക്ടറീസ്, പെട്രോൾ പമ്പ്സ്, മാർക്കറ്റ്സ് ടു ചെക്ക് വെയിങ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഉള്ളത്, മെഷറിംഗ് ഒക്കെ കറക്റ്റ് ആണോ, റെഗുലർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലും അതുപോലെ പെട്രോൾ പമ്പ്സിലും പിന്നെ ഫാക്ടറീസിലും ഷോപ്സിലെല്ലാം പോയി ഇൻസ്പെക്ട് ചെയ്യാം. അതുപോലെ വെരിഫൈ കാലിബ്രേഷൻ ആൻഡ് അക്യുറൻസി ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ദെൻ ഡിറ്റക്ട് വയലേഷൻസ് ഓഫ് ലീഗൽ മെട്രോളജി ലോസ് ഓർ റെഗുലേഷൻസ്. അവരുടെ ലോസും റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് ഈ പറയുന്ന വയലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ പ്രിപ്പയർ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ്, മെയിൻറ്റെയിൻ റെക്കോർഡ്സ്, ദെൻ അസിസ്റ്റ് സീനിയർ ഓഫീസേഴ്സ് ഇൻ റെയ്ഡ്സ്, കംപ്ലയിൻസ്, ആക്ഷൻസ്, പോസ്റ്റ് പ്രോസിക്യൂഷൻസ്. അപ്പം ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഷോപ്സിലൊക്കെ റെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഇൻസ്പെക്ഷനൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, സീനിയർ അസിസ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാലോ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മെഷർമെന്റ്സ് കറക്റ്റ് തെറ്റാണെന്നോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷോപ്പിലോട്ടൊക്കെ റെയ്ഡ് നടത്തുക, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് അവർക്ക് അഗൻസ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. പബ്ലിക് ഇൻ്റർഫേസ്, ദെൻ എഡ്യൂക്കേറ്റഡ് ട്രേഡേഴ്സ്, എൻഷുർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇതൊക്കെയാണ് നോർമലി വരുന്ന ഇതിൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്കിതിൽ പ്രൊമോഷൻസ് ഒക്കെ അവൈലബിൾ ആണോ, ഈ ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ അങ്ങ് നിന്ന് പോവോ എന്നൊക്കെ ചില കാൻഡിഡേറ്റ്സിനും അത് ഒരു ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആയിരിക്കുകയാണ് നമ്മളിപ്പോൾ പോസ്റ്റിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സീനിയർ ഇൻസ്പെക്ടർ ആവാം, പിന്നെ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന കൺട്രോളർ ആകുകയും മാറാം, പിന്നെ ഡെപ്യൂട്ടി കൺട്രോളർ, ദെൻ ജോയിൻറ്റ് കൺട്രോളർ, പിന്നെ കൺട്രോൾ ഓഫ് ലീഗൽ മെട്രോളജി. ഇത്രയാണ് ഇതിൽ വരുന്ന ഈ ഒരു പോസ്റ്റ്. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈക്ക് നമുക്ക് എന്തുണ്ട്, ഇതിനൊരു ഹയർ ഓഫ് പ്രൊമോഷൻസ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണിത്. അല്ലാതെ ഇത് അവിടെ സ്റ്റക്കായി നിൽക്കുന്നൊരു പോസ്റ്റ് അല്ല. നമുക്ക് ഹയറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ പോസ്റ്റ് നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടാം.
ഇനി ഇതിലടുത്ത വരെ നമുക്ക് സാലറി സ്കെയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ വരുന്ന പേ സ്കെയിൽ 43,400 തൊട്ട് 91,700 പെർ ആസ് മന്ത് വരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നല്ല, ഇപ്പോഴത്തെ അല്ല, നമുക്ക് മുന്നേ വന്ന നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള പേ സ്കെയിലാണ്. മുമ്പത്തെ പറഞ്ഞിരിക്കുന്ന പേ സ്കെയിൽ തന്നെയാണ്. സ്റ്റാർട്ടിങ് എന്നാലും ബേസിക് പേ വരുന്നത് 43,400 തന്നെയാണ്. പിന്നെ ഇവർ ഈ പറയുന്ന പോലെ DAയും HRAയും TAയും ഒക്കെ നമുക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഈ പോസ്റ്റിന് ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ ഇൻ ഹാൻഡ് അപ്പോൾ ഇപ്പോൾ ഈ TAയും DA എല്ലാം കൂടെ കിട്ടിയിട്ട് നമുക്ക് ഇൻ ഹാൻഡ് എത്ര കിട്ടും, ഒരു 55 നമുക്ക് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണത്. ചിലപ്പം വേരിയും വരാം, കാരണം ഓരോ പോസ്റ്റിംഗ് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്താവാം ഈ പറയുന്ന സ്കെയിലിംഗ് ഒക്കെ മാറ്റം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിന് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഓരോ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്രൊമോഷൻ അവർക്ക് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള. കാരണം നമുക്ക് സമയം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് വലിയ ടൈം നമുക്ക് ഇനിയില്ല, ഒരു 6-7 മാസമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പോർഷൻസ് ഓൾമോസ്റ്റ് നമുക്ക് PSC സിലബസും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ കമൻറ്റിൽ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മൾ ഈ പറയുന്ന എല്ലാ പോസ്റ്റും നമ്മുടെ PSC നോട്ടിഫിക്കേഷനിൽ വരുന്ന ഈ പോസ്റ്റ് മാത്രമല്ല, ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും തന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നുണ്ട്. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല ഫാക്കൽറ്റീസ് തന്നെയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ഇതിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നതും. ആൻഡ് ഓൾസോ നമുക്ക് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ അത് ഫോളോ ചെയ്തിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. താങ്ക് യു.